ഇസ്രയേൽ ഗാസ സംഘർഷം കൊടുമ്പിരി കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിൽ നടന്ന ടാങ്ക് സ്ഫോടനത്തിൽ 3 IDF ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഹമാസ് ഭീകരന്മാരുമായി നടക്കുന്ന ഏറ്റുമുട്ടലിലാണ് സ്ഫോടനം നടന്നത്. എന്നാൽ സ്ഫോടനത്തിന് കാരണമായത് എന്താണ് എന്നുള്ളത് അന്വേഷണത്തിലാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഹമാസ് ഭീകരർ തന്നെയാകാം ഇതിന് പിന്നിലെന്നതും വിലയിരുത്തപ്പെടുന്നു. കാരണം 60 ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നതിന്റെ ഇടയിലാണ് ഇവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചർച്ചകൾ ഫലം കാണുന്നില്ല എന്നതാണ് സൂചിപ്പിക്കുന്നതും. അതുപോലെ തന്നെ എൻക്ലേവിന്റെ വടക്ക് ഭാഗത്ത് ഹമാസ് ഭീകരരുടെ ഗ്രൂപ്പായുള്ള പോരാട്ടം നടന്നതും ഇതിനിടയിലായിരുന്നു സ്ഫോടനമുണ്ടാകുന്നതും. 21-കാരനായ ഷെഹാം നെഹോം, അതുപോലെ 20-കാരനായ ക്ലോമോ യാക്കിൽ, അതുപോലെ തന്നെ 19-കാരനായ യുലി ഫാക്ടർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ ഇതിൽ മറ്റൊരു സൈനികന് പരിക്കേൽക്കുകയും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തതായ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 4 സൈനികരും 401ാമത് ആംഡ് ബ്രിഗേഡിയന്റെ 52ാമത് ബറ്റാലിയൻ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നുവെന്നും സൂചിപ്പിക്കുന്നു. വടക്കൻ ഗാസ നഗരമായ ജബാലിയയിൽ തിങ്കളാഴ്ച ഉച്ചയോടുകൂടി തന്നെ സ്ഫോടനത്തിൽ തകർന്ന ഒരു ടാങ്കിലായിരുന്നു സൈനികർ എന്ന IDF നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുന്നത്. അതുപോലെ ഹമാസ് റോക്കറ്റ് പ്രൊപ്പൻസ് ഗ്രനേഡ് ആ ടാങ്കിൽ പതിച്ചതായും IDF ആദ്യം സംശയിച്ചിരുന്നെങ്കിൽ പോലും സംഭവത്തിന് ശേഷമുള്ള മണിക്കൂറുകളിൽ അതിനുള്ളിൽ തന്നെ ടാങ്കിനുള്ളിൽ പൊട്ടിത്തെറിച്ച ഒരു ഷെൽ തകരാറിലായതാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും സൈനികർ കരുതുന്നു. അത് തന്നെയാണോ കൃത്യമായ സ്ഫോടനത്തിന്റെ കാരണമെന്നതും വ്യക്തമല്ല. സ്ഫോടനത്തിന്റെ മറ്റ് കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണ് എന്നും സൈന്യം ഇപ്പോൾ അറിയിച്ചിരുന്നു. ഇവരുടെ മരണത്തോടുകൂടി തന്നെ ഗാസയിലെ ഹമാസിനെതിരായുള്ള കര ആക്രമണത്തിലും അതുപോലെ തന്നെ അതിർത്തിയിലെ സൈനിക നടപടികളിലും ഇസ്രായേലി സൈനികരുടെ എണ്ണം 454 ഉയർന്നു. ഈ കണക്കിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരും 3 പ്രതിരോധ മന്ത്രാലയ സിവിൽ കോൺട്രാക്ടർമാരും ഉൾപ്പെടുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മധ്യ ഗാസ മുനമ്പിൽ നിന്ന് തെക്കൻ ഇസ്രയേലിലേക്ക് 2 റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നതിന് തൊട്ടു മുൻപാണ് സൈനികരുടെ മരണവാർത്ത പുറത്തുവരുന്നത്. എന്നാൽ അതിനു മുൻപേ തന്നെ ഈ സൈന്യത്തിന് അത് തടയാൻ കഴിഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പട്ടണത്തിലും ഇവിടെ സൈറനുകൾ മുഴങ്ങിയില്ല. പക്ഷേ ഗാസ അതിർത്തിക്കടുത്തുള്ള തുറസായ പ്രദേശത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതേസമയം ഗാസയ്ക്ക് ചുറ്റും തന്നെ നീണ്ട വെടിയൊച്ചകൾ കേൾക്കുമ്പോൾ തന്നെ ഡസൻ കണക്കിന് പാലസ്തീനുകൾ നിലത്ത് കിടക്കുന്നതായി കാണിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു. വീഡിയോയിലെ സ്ഥലം അനുസരിച്ച് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ വിതരണ കേന്ദ്രത്തിലാണിത്, അല്ലെങ്കിൽ അതിന് സമീപത്താണ് ഈ സംഭവം നടക്കുന്നത്. പ്രത്യേകിച്ച് റാഫ പ്രദേശത്താണിത്. വീഡിയോയുടെ വിശദാംശം പരിശോധിച്ചു വരികയാണ് എന്നും ഈ ഘട്ടത്തിൽ റാഫയിലെ വിതരണ കേന്ദ്രത്തിലുണ്ടായ IDF തീപിടുത്തത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സഹായ വിതരണത്തിൽ ഹമാസിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ പിന്തുണയുള്ള US സംഘടനയായ JHF ഗാസയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് UN-ൽ നിന്നും മറ്റു സഹായ സംഘടനകളിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത്. GHF സൗകര്യങ്ങൾ എത്തിച്ചു നൽകാൻ ശ്രമിക്കുന്ന ഗ്രൂപ്പുകളെ ഇസ്രായേൽ സൈന്യം വെടിവെക്കുകയും വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന് ആ സംഭവങ്ങളെല്ലാം തന്നെ ഗാസ നിവാസികൾ ദിവസേന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം പിന്നിൽ ഹമാസ് ഭീകരരാണ് എന്നതിൽ സംശയം ഉന്നയിക്കുന്നതായും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.